എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ടിക്കറ്റ് എൻട്രൻസ് കിട്ടാൻ വേണ്ടി കൂട്ടുകാരനെ പിടിച്ച് ക്യാമറയും കൊടുത്ത് സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ബൈക്കൊക്കെ ഓടിച്ച് വരുന്നൊരു സ്ലോ മോഷൻ പിക്ചറൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വന്നിട്ടുണ്ട്, എന്തായാലും സ്ഥലം എത്തിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് മോഹമോ സംസാരിക്കാം. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും സ്വാദിഷ്ടമുള്ള വളരെ പ്രശസ്തമായ ഹോട്ടൽ ചക്കരയുടെ ഫ്രണ്ടിലാണ്. സോ നമുക്കിന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു, കയറി പോകാമെന്നുള്ള അനുവാദമൊക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് അപ്പോൾ എന്തായാലും പൊറോട്ടയും ബീഫൊക്കെ കൊണ്ടുവച്ച് അകത്തുനിന്ന് ഉൾമുഴിയുന്ന സാധനം അകത്തേക്ക് കൊണ്ടുവച്ച് എൻ്റെ പൊന്നു മോനെ ഒന്നും പറയാനില്ല. ഉഗ്രൻ ടേസ്റ്റ്, ഉഗ്ര എരി, അസാധ്യ ടേസ്റ്റ്. എന്താ പറയുക, ആദ്യത്തെ കഴിയിൽ തന്നെ നമ്മൾ മനസ്സ് നിറപ്പിച്ച ഒരു സാധനം. നല്ല ഉഗ്രം പൊറോട്ട, നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ ലെയറുള്ള പൊറോട്ടയാണ്. എന്തായാലും പൊറോട്ടയും കൂട്ടി ഒരു പിടിപിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട എക്കണോമിക്കലായിട്ടുള്ള ഇതാണ്. അതായത് വലിയ കാശൊന്നും കൊടുത്ത് വലിയൊന്നുമില്ല. ദോശയ്ക്കും പൊറോട്ടയ്ക്കും സാധാരണ ഉള്ള ഒരു ബീഫ് ഫ്രൈക്ക് 110 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഹാഫ് ബീഫ് ഫ്രൈയും കിട്ടും. അങ്ങനെ ഗുണമുണ്ട്. അതായത് നമുക്ക് 55 രൂപയ്ക്ക് ഹാഫ് ബീഫ് ഫ്രൈ കിട്ടും. തൽക്കാലം അത് കഴിക്കാനുള്ള സമയമുണ്ട്. നല്ല വടയും കടിയൊക്കെ ഉള്ള സമയമാണ്. നമ്മൾ വന്നപ്പോൾ ഏകദേശം തീരാറായി. സോ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന ചക്കര ഹോട്ടൽ, നേരത്തെ നമ്മൾ ചക്കര ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ചക്കര ഹോട്ടലിൻ്റെ എല്ലാമായ രഘുകുമാർ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. രഘുകുമാർ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചക്കര ഹോട്ടലിൻ്റെ വിശേഷവും, എന്നാണ് ചക്കര ഹോട്ടൽ തുടങ്ങിയത്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയും എല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മളുടെ രഘുകുമാർ ചേട്ടനുണ്ട്. ചേട്ടൻ വളരെയധികം ഫേമസ് ആയിട്ട് ചക്കര ഹോട്ടലിലെ ബീഫ് ഫ്രൈ വളരെയധികം ഫേമസ് ആണ്. എന്നാണ് ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ എന്നാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്? 82 വർഷമാവാറ്. ഓക്കെ, ഇത് തുടങ്ങുന്ന ആരായിരുന്നു അപ്പോൾ? അച്ഛൻ. ചേട്ടൻ്റെ അച്ഛനാണ് തുടങ്ങുന്നത്. സോ അന്ന് തൊട്ടുള്ള ഒരു ലെഗസി ഇന്നും കാത്തു സൂക്ഷിക്കുകയാണ് അദ്ദേഹം. സോ ഹോട്ടൽ ചക്കര നമ്മൾ കണ്ടു, ഫുഡ് കഴിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് ഫുഡ് എന്ന് വെച്ചാൽ അമേസിങ് ഫുഡാണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യും. ആർക്ക് വേണമെങ്കിലും ഒരു 10 ഔട്ട് ഓഫ് 10 കൊടുക്കാവുന്ന ബീഫ് ഫ്രൈ. ബീഫിൻ്റെ ഇത്രയും രുചികരമായ ഒരു നാടൻ വിഭവം നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടാവില്ല. ട്രസ്റ്റ് മീ ഗൈസ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ വളരെ എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവായിട്ട്, ഇത്രയും എക്കണോമിക്കലായിട്ട് ഇങ്ങനെ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ട്. ഒരുപാടടുത്ത് ബീഫ് പലതരം ഡിഷ് ആയിട്ടുണ്ട്. ഫ്രം 5 stars to തട്ടുകട. ബട്ട്
ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബീഫ് ഐ ഹാവ് എവർ ട്രൈ ഇൻ മൈ ലൈഫ്. അതെനിക്ക് ശക്തമായി പറയാൻ പറ്റും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. സ്ഥലം വരെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.